അടുത്ത ചോദ്യം ഇതാണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ ആണ്. ഓക്കെ, വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ ആണ്. ഇദ്ദേഹം തന്നെയാണ് വൈദ്യുത വിശ്ലേഷണ നിയമവും ആവിഷ്കരിച്ചത്. വൈദ്യുത വിശ്ലേഷണ നിയമം അത് ആവിഷ്കരിച്ചതും മൈക്കൽ ഫാരഡെ തന്നെയാണ്. ബാക്കി റുദർഫോർഡ്, വില്യം ക്രൂക്സ്, ഹംഫ്രി ഡേവി ഇവരുടെ എല്ലാം സംഭാവനകൾ നമ്മൾ മുൻ ചോദ്യങ്ങളിൽ പറഞ്ഞതുമാണ്. ഓക്കെ, അപ്പോൾ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുമ്പോൾ ദ്രാവകങ്ങളിലൂടെ അതിനെ ഇലക്ട്രോലൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിൽ വൈദ്യുതി കടത്തിവിടുന്ന ദ്രാവകങ്ങളെ ഇലക്ട്രോലൈറ്റുകൾ എന്നാണ് പറയുന്നത്. ആ ഇലക്ട്രോലൈറ്റുകളിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ അതിന്റെ ഘടകങ്ങളായിട്ട് വേർതിരിക്കാൻ പറ്റും എന്ന പരീക്ഷണങ്ങളാണ് നടത്തിയത്. മൈക്കൽ ഫാരഡെയും ഹംഫ്രി ഡേവിയും ഇതേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിയുന്ന ഹെൻറിച്ച് ഗ്ലീസറുടെ കണ്ടുപിടുത്തം എന്താണെന്നാണ്. അപ്പോൾ ഹെൻറിച്ച് ഗ്ലീസറുടെ കണ്ടുപിടുത്തം വാക്വം ട്യൂബാണ്. ഹെൻറിച്ച് ഗ്ലീസർ ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് ആണ്. 1857 അദ്ദേഹം ഈ വാക്വം ട്യൂബ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ അതാണ്. ഇനി അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ യുഗൻ ഗോൾഡ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ ഇതിൽ ഡിസ്ചാർജ് ട്യൂബിന്റെ പരീക്ഷണങ്ങൾ, അത് മുന്നേയും നമ്മൾ ചെയ്ത പല ക്വസ്റ്റ്യനിലും ഡിസ്ചാർജ് ട്യൂബിന്റെ പരീക്ഷണങ്ങൾ പലതും നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡിസ്ചാർജ് ട്യൂബിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഈ ഹെൻറിച്ച് ഗ്ലീസർ, നമുക്ക് അതിൽ നിന്ന് തന്നെ വരാം. ഹെൻറിച്ച് ഗ്ലീസർ വാക്വം ട്യൂബ് കണ്ടെത്തി. അപ്പോൾ വാക്വം ട്യൂബിന്റെ പ്രത്യേകത ഇതേപോലെ ട്യൂബാണ്. ആ വാക്വം ട്യൂബിനെ വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചില രൂപമാറ്റങ്ങളൊക്കെ വരുത്തി അതിനെ ഡിസ്ചാർജ് ട്യൂബാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ട്യൂബാണ്. ഈ ട്യൂബിന്റെ പ്രത്യേകത, ഈ ഡിസ്ചാർജ് ട്യൂബുകളുടെ ഇരുവശത്തുമായിട്ട് 2 ഇലക്ട്രോഡുകളുണ്ട്. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡുമുണ്ട്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡുമുണ്ട്. ഓക്കെ, ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് നമ്മൾ കാഥോഡ് എന്നറിയപ്പെടും. നെഗറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ഡിസ്ചാർജ് ട്യൂബുമായിട്ട് ഒരു വാക്വം ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത, ഇതിൽ നിന്ന് വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത, ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള വാതകങ്ങൾ ഏതാണോ ആ വാതകത്തിനെ പുറത്തേക്ക് സക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ വാക്വം ട്യൂബിന് പറ്റും. അങ്ങനെ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തെ മർദ്ദം ക്രമീകരിക്കാനായിട്ടാണ് വാക്വം ട്യൂബ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. അപ്പോൾ ഈ വാക്വം ട്യൂബ് അല്ല, വാക്വം പമ്പ്. വാക്വം ട്യൂബിൽ നിന്നാണ് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിലേക്കുള്ള ഒരു കണ്ടുപിടുത്തത്തിലേക്ക് അത് നയിച്ചത്. അപ്പോൾ വാക്വം ട്യൂബ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗീസ്ലറുമായിട്ടാണ്. അതുപോലെ ഡിസ്ചാർജ് ട്യൂബ് ഈ മോഡിഫിക്കേഷൻ നടത്തി പരീക്ഷണങ്ങൾ തുടങ്ങിയത് വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് വളരെ കുറഞ്ഞ മർദ്ദം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കുറഞ്ഞ മർദ്ദം, അതുപോലെ വളരെ ഉയർന്ന വോൾട്ടത, ഈ 2 കണ്ടീഷനുകളാണ് ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് കൊടുത്തത്. അപ്പോൾ മർദ്ദം കുറയ്ക്കാനായിട്ട് എന്താ ചെയ്തത്? വാക്വം പമ്പ് ഉപയോഗിച്ച് അതിനകത്തുള്ള വായുവിനെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് സക്കൗട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ കുറഞ്ഞ മർദ്ദത്തിലും വളരെ ഉയർന്ന വോൾട്ടതയിലും ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വൈദ്യുത ഡിസ്ചാർജ് നടക്കുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ വൈദ്യുത ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു ഇലക്ട്രോഡിൽ നിന്നും മറ്റൊരു ഇലക്ട്രോഡിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ ഇവിടെ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചിരിക്കുന്നത് വാതകങ്ങളാണ്. അപ്പോൾ ആ വാതകത്തിലൂടെ വൈദ്യുതി കടന്നു പോകും എന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ആനോഡിൽ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുകയും, പെർഫോറേറ്റഡ് ആനോഡ് എന്നാണ് അതിനെ പറയുന്നത്. ആനോഡിൽ ചില സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുകയും സിങ്ക് സൾഫൈഡ് പോലുള്ള ചില മെറ്റീരിയൽ ഉപയോഗിച്ച്, അപ്പോൾ സിങ്ക് സൾഫൈഡ് പോലുള്ള മെറ്റീരിയൽസിന്റെ പ്രത്യേകത, ഈ സിങ്ക് സൾഫൈഡ് മെറ്റീരിയൽ നമ്മൾ ഫോട്ടോഗ്രാഫിയിലൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. അതായത് ലൈറ്റ് പോലുള്ള കണികൾ, പ്രകാശം പോലുള്ള കണികൾ ഇതിലേക്ക് വന്നു വീഴുന്ന സമയത്ത് ഇത് നിറം മാറും. അപ്പോൾ ആ നിറമാറ്റം തിരിച്ചറിയുമ്പോൾ എവിടെ നിന്നാണ് ആ ലൈറ്റ് വന്ന് വീഴുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആനോഡിന്റെ പുറകിൽ സിങ്ക് സൾഫൈഡ് പോലുള്ള കണികകൾ ഉപയോഗിക്കുകയും അതോടൊപ്പം ആനോഡിൽ സുഷിരങ്ങൾ ഇടുകയും ചെയ്തപ്പോൾ ഈ സിങ്ക് സൾഫൈഡിന്റെ നിറം മാറി. അതിന്റെ പുറകിൽ ഒരു ഗ്രീൻ ഇലൂമിനേഷൻ, പച്ച നിറത്തിലുള്ള ഒരു തിളക്കം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഗ്രീൻ ഇലൂമിനേഷൻ കാണണമെങ്കിൽ തീർച്ചയായിട്ടും കാഥോഡിൽ നിന്ന് ചില രശ്മികൾ എങ്ങോട്ട് പോയിട്ടായിരിക്കണം ആ ഒരു തിളക്കം ഉണ്ടായത്? ഈ ആനോഡിന്റെ പുറകിൽ ആ ഒരു പ്രകാശം രൂപപ്പെട്ടത്. ശരിയല്ലേ? അപ്പോൾ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളായതുകൊണ്ട് ആ രശ്മികളെ കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചു.
ഈ കാഥോഡ് രശ്മികൾക്ക് വൈദ്യുത മണ്ഡലവുമായിട്ടും കാന്തിക മണ്ഡലവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പഠിച്ച സമയത്ത് മനസ്സിലായത് ഈ കാഥോഡ് രശ്മികൾ ആകർഷിക്കപ്പെടുന്നത് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകളിലേക്കാണ്. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകളിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ കാഥോഡ് റേ എന്തായിരിക്കും? തീർച്ചയായിട്ടും നെഗറ്റീവ് ചാർജുള്ള ഒരു ആയിരിക്കും. നെഗറ്റീവ് ചാർജുള്ള കണികകളുടെ ഒരു ഫ്ലോ ആയിരിക്കും കാഥോഡ് റേ. അതുകൊണ്ടാണ് ഈ കാഥോഡ് റേ കണികകളിലാണ് ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഇതേ കാര്യം തിരിച്ചു ചെയ്തു. തിരിച്ചു ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് കാഥോഡിൽ സുഷിരങ്ങൾ ഇട്ടുകൊടുക്കുകയും കാഥോഡിന്റെ പുറകിലായിട്ട് സിങ്ക് സൾഫൈഡ് പോലുള്ള ചില മെറ്റീരിയൽ പൂശി കൊടുക്കുകയും ചെയ്തപ്പോൾ കാഥോഡിന്റെ പുറകിലും ഇതേ തിളക്കം കണ്ടു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അപ്പൊ ഈ രശ്മികളാണ്, കാഥോഡിൽ നിന്ന് വരുന്ന ഈ രശ്മികളാണ് കാഥോഡ് രശ്മികൾ, കാഥോഡ്. ഇനി ഇതേ പരീക്ഷണം ഒന്ന് തിരിച്ചു ചെയ്തു. പരീക്ഷണത്തിന്റെ ഗതി ഒന്ന് മാറ്റിയ സമയത്ത് മനസ്സിലായത് കാഥോഡിന്റെ പുറകിലും തിളക്കം കാണുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് ആനോഡിൽ നിന്നും ചില രശ്മികൾ എങ്ങോട്ടും വരുന്നുണ്ട്? കാഥോഡിലേക്കും വരുന്നുണ്ട്. ഈ രശ്മികളെ ഒന്നുകിൽ നമുക്ക് ആനോഡ് രശ്മികൾ എന്ന് വിളിക്കാം, ആനോഡ് രശ്മികൾ എന്ന് വിളിക്കാം, നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കനാൽ രശ്മികൾ എന്നും വിളിക്കാം. ഓക്കെ, ഈ കനാൽ രശ്മികളുടെ പ്രത്യേകത, ഇവർ വൈദ്യുത മണ്ഡലം അപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡുകളിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഈ ആനോഡ് രശ്മികളുടെ ചാർജ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. കാരണം നമുക്ക് ലൈക്ക് ചാർജുകൾ, അതായത് ഒരുപോലെയുള്ള ചാർജുകൾ റിപ്പൽ ചെയ്യാണ് അല്ലെങ്കിൽ വികർഷിക്കുകയാണ് ചെയ്യുന്നത്. അൺലൈക്ക് ചാർജസ്, അതായത് പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവിനെ ആകർഷിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവിനെ ആകർഷിക്കും. അപ്പൊ ആനോഡ് രശ്മികളുടെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് അത് നെഗറ്റീവ് ചാർജിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയാണ് ഈ രണ്ട് രശ്മികൾ കണ്ടുപിടിച്ചത്. ഫർദർ, കാഥോഡ് രശ്മികളിൽ ഇലക്ട്രോണുകൾ ഉണ്ടെന്നും ആനോഡ് രശ്മികളിൽ പ്രോട്ടോണുകളല്ല ന്യൂക്ലിയസിന്റെ ഒരു ഫ്ലോ ആണ് ആനോഡ് രശ്മികളെന്നും, അതായത് ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള കണികകൾ ഉണ്ടെന്നും, തുടർന്ന് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ന്യൂട്രോൺ കണ്ടെത്തിയതോടെ ആ പോസിറ്റീവ് ചാർജുള്ള കണികളും ന്യൂട്രോണുകളും കൂടെ ഒരുമിച്ചാണ് വരുന്നതെന്നും അത് ചേർന്ന് ന്യൂക്ലിയസ് രൂപപ്പെടുന്നെന്നും ഒക്കെ മനസ്സിലായത്. അപ്പോൾ ഇതാണ് നമ്മൾ പലയിടത്തും കണ്ട ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് ആ ഡിസ്ചാർജ് ട്യൂബിനകത്ത് കൊടുത്ത കണ്ടീഷൻ, എപ്പോഴാണ് വൈദ്യുത ഡിസ്ചാർജ് നടന്നത് തുടങ്ങിയ കണ്ടീഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഈഗൻ ഗോൾഡ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രസ്താവനകൾ ഓരോന്നായിട്ട് നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അത് ശരിയാണ്, ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. 1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതും ശരിയാണ്. ആനോഡ് രശ്മികളാണ്, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ആനോഡ് അല്ലെങ്കിൽ കനാൽ രശ്മികളാണ് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് സഹായിച്ചത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും ശരിയായ പോയിന്റിലാണ്. മൂന്നാമത്തെ പോയിന്റ്, വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നതെന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അത് തെറ്റാണെന്നല്ല, ആ പോയിന്റ് ശരിയാണ്. പക്ഷേ അത് ഈഗൻ ഗോൾഡ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് അല്ല. ഇത് കണ്ടെത്തിയത് ജൂലിയസ് പ്ലക്കർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, ജൂലിയസ് പ്ലക്കർ. ഓക്കെ, ഇപ്പോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വളരെ കുറഞ്ഞ മർദ്ദത്തിലാണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കുന്നത്. അത് തന്നെയാണ് ഇദ്ദേഹവും കണ്ടെത്തിയത്. അതായത് വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത് എന്ന് കണ്ടെത്തി. ഓക്കെ, ജൂലിയസ് പ്ലക്കർ. അതിനുശേഷം അടുത്തത്, ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തത്തിനെതിരെയുള്ള ഒട്ടേറെ തെളിവുകൾ ശാസ്ത്രലോകത്തിന് നൽകി എന്നുള്ളതാണ്. അതും ശരിയാണ്. കാരണം ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ആറ്റം വിഭജിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നാണ്. പക്ഷേ ആറ്റം വിഭജിക്കാൻ കഴിയുമെന്നും അത് വിഭജിച്ചു കഴിഞ്ഞാൽ സബ് അറ്റോമിക കണികളായിട്ടുള്ള പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ ലഭിക്കുമെന്നും കണ്ടെത്തിയില്ലേ? യെസ്. അപ്പോൾ അത് ശരിയാണ്. ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തത്തിനെതിരെയുള്ള തെളിവുകൾ ശാസ്ത്രലോകത്തിന് കൊടുക്കാനായിട്ടും പറ്റി. അപ്പൊ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 2, 4 എന്നീ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ എ ഓപ്ഷൻ 1, 2, 4 എന്നിവ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്, വില്യം ക്രൂക്സുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ
ഓപ്ഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ 1875 ഗീസ്ലറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തി. അത് ശരിയാണ്, അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. വില്യം ക്രൂക്സ് നമ്മളും അത് ഡിസ്കസ് ചെയ്തു. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെ കുറിച്ച് പരീക്ഷണം നടത്തി. ഓക്കെ. ടി വി പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും എല്ലാം നിർമ്മിച്ചിരിക്കുന്ന കാഥോഡ് റേ ട്യൂബുകളെ കുറിച്ച് പഠനം നടത്തി. അത് ബിയും സിയും ഏകദേശം ഒരേ കാര്യങ്ങളാണ്. ഡിസ്ചാർജ് ട്യൂബിലെ തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി. അത് തെറ്റാണ്. അത് ഗ്ലീസർ അല്ല, അത് പ്ലക്കർ ആണ് അത്തരത്തിൽ ഒരു വൈദ്യുത ചാർജിന്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ബാക്കി പോയിന്റ്സ് എല്ലാം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ക്രൂക്സ് ചെയ്തത് എന്താണ്, ആദ്യം ഗീസ്ലർ കണ്ടുപിടിച്ചത് എന്തായിരുന്നു, വാക്യൂം ട്യൂബ് ആണ്. അപ്പൊ ഗീസ്ലറുടെ ആ ഒരു വാക്യൂം ട്യൂബ് നവീകരിച്ച് അതിനെ പുതിയതായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റി ഡിസ്ചാർജ് ട്യൂബ് എന്ന് പേരിടുകയും ആ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് കാഥോഡ് രശ്മികളെ ഐഡന്റിഫൈ ചെയ്യുകയും തിരിച്ചറിയുകയും ഈ കാഥോഡ് റേകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ രശ്മികളെ കുറിച്ചുള്ള പഠനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് വില്യം ക്രൂക്സ് ചെയ്ത കാര്യം. ഓക്കെ. ഈ ഡിസ്ചാർജ് ട്യൂബിന് തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയത് പ്ലക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര രംഗത്തും വ്യാവസായിക നിർമ്മാണ രംഗത്തും ഉപയോഗിച്ചു വരുന്ന എക്സ്റേ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ആ എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്നതാണ് ചോദ്യം. അപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം എക്സ്റേ കണ്ടുപിടിച്ചത് 1895 നവംബർ 8-നാണ് കേട്ടോ. നവംബർ 8-നാണ് ഈ ഒരു എക്സ്റേ കണ്ടുപിടുത്തം നടത്തിയത്. ഈ എക്സ്റേ കണ്ടുപിടുത്തം എങ്ങനെയാണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ കാഥോഡ് രശ്മികൾ, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ രൂപപ്പെട്ട കാഥോഡ് രശ്മികളെ പറ്റി ഇപ്പൊ നമുക്കറിയാം. ഈ കാഥോഡ് രശ്മികൾ വരുന്ന പാതയിൽ ഒരു അലുമിനിയത്തിന്റെ തകിട് വെച്ച് ഈ കാഥോഡ് രശ്മികളെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചു. ആര്? വില്യം റോൺജൻ. ഓക്കെ. ഈ റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കണ്ടുപിടുത്തത്തിലേക്കാണ് നയിച്ചത്. ഈ ഒരു അലുമിനിയം തകിടിൽ നിന്നും മറ്റ് ചില പ്രത്യേക വികിരണങ്ങൾ പുറത്തു വരുന്നതായിട്ട് കണ്ടു. അതായത് ഈ കാഥോഡ് രശ്മികൾ വന്നിടിച്ച ഈ ഒരു അലുമിനിയം തകിടിൽ നിന്നും മറ്റ് ചില പ്രത്യേക തരം വികിരണങ്ങൾ പുറത്തു വരുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയും ഈ വികിരണങ്ങളാണ് എക്സ്റേകളെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ നമ്മൾ പലയിടത്തും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ആ എക്സ്റേ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചതും ഇതേ കാഥോഡ് റേ അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം വഴി തന്നെയാണ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടതുമാണ്. ഓക്കെ. ബാക്കി വില്യം ക്രൂക്സ്, ഹംഫ്രി ഡേവി, ജെ തോംസൺ, ഇവരുടെ എല്ലാം സംഭാവനകൾ നമുക്കിപ്പോൾ അറിയാം അല്ലേ. പല ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ വില്യം റോൺജൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഓക്കെ. അപ്പോൾ അതാണ് 15ാമത്തെ ചോദ്യം. ഇനി 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ്. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ, ഈ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പെൻ, RTC എന്ന് പഠിച്ചു. അപ്പൊ T ഫോർ തോംസൺ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ജെ തോംസൺ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. ജെ തോംസൺ ആണ് കണ്ടുപിടിച്ചത്. അതായത് ഈ നെഗറ്റീവ് ചാർജുള്ള കണികൾ, അതായത് ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഈ ജെ തോംസൺ തന്നെയാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക, പ്ലം പുഡിംഗ് എന്ന് പറയുന്ന മാതൃക, അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ, തണ്ണിമത്തൻ മാതൃക എന്നൊക്കെ പറയുന്ന ഒരു ആറ്റം മോഡൽ ഉണ്ട്. അംഗീകരിക്കപ്പെട്ടില്ല ആ ഒരു ആറ്റം മോഡൽ. എന്നാലും ആറ്റത്തെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന ഒരു സമയത്ത് ഇത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് വലിയൊരു റവല്യൂഷൻ ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞത് ജെ തോംസൺ ആണ്. ബാക്കി റുദർഫോർഡിന്റെയും ചാഡ്വിക്കിന്റെയും വില്യം റോൺജന്റെയും കാര്യം നമുക്കറിയാം. ഓപ്ഷൻസ് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ അതാണ് 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ, ശരിയായ പ്രസ്താവനയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ
കേന്ദ്രം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. 2 പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. 3 പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. 4 പ്രോട്ടോണിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണ്. ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോ ഒന്ന് ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ഇപ്പൊ നമുക്കതറിയാം, ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന കേന്ദ്രമുണ്ട്. അത് റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഓക്കെ, ഗോൾഡ് ഫോയിൽ സ്വർണ്ണത്തകിട്. ഈ ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ആറ്റത്തിന് ഒരു പോസിറ്റീവ് ഭാഗമുള്ള കേന്ദ്രമുണ്ടെന്നും ആ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും അദ്ദേഹമാണ്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ച അദ്ദേഹമാണ്. ഈ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ വലിപ്പത്തെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ആസ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ആറ്റം, ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ 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 ചെറിയൊരു കണികയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, ഇത് ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിനെ പറ്റി നമുക്ക് പറയാം. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഇത്. മാത്രമല്ല, ആറ്റത്തിന്റെ കേന്ദ്രം ഇതാണെന്ന് മാത്രമല്ല, ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ന്യൂക്ലിയസിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ആറ്റത്തിന്റെ മാസ് മുഴുവൻ ഇരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. പക്ഷേ ആറ്റത്തിന്റെ വോളിയം അല്ലെങ്കിൽ ആറ്റത്തിന്റെ വ്യാപ്തം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വ്യാപ്തം അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ്. അപ്പോൾ വളരെ വലിയ ഒരു മാസ് വളരെ ചെറിയ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത നമുക്കറിയാം അല്ലെ. സാന്ദ്രത എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസ് വളരെയധികം കൂടുകയും വോളിയം അഥവാ വ്യാപ്തം വളരെയധികം കുറയുകയും ചെയ്താൽ സാന്ദ്രത അബ്നോർമൽ ആയിട്ട് കൂടും. അസാധാരണമായിട്ട് സാന്ദ്രത കൂടും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കട്ടി ഉണ്ടാവും ആ ഒരു പദാർത്ഥത്തിന്. അപ്പൊ അതേ കാര്യം തന്നെയല്ലേ ഇവിടെ ന്യൂക്ലിയസിൽ നടക്കുന്നത്. ന്യൂക്ലിയസിന്റെ വ്യാപ്തം വളരെ ചെറുതാണ്. ആറ്റത്തിന്റെ മാസ് മുഴുവൻ പക്ഷേ ഉള്ളത് ന്യൂക്ലിയസിനകത്തുമാണെങ്കിൽ ന്യൂക്ലിയസിന് വളരെയധികം സാന്ദ്രതയുള്ള വളരെയധികം കട്ടി കൂടിയ ഡെൻസർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കേന്ദ്രമാണ്. അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇനി പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ശരിയാണ്. ഇനി പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. ഈ ഒരു പോയിന്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രജന് പ്രധാനമായിട്ട് 3 ഐസോട്ടോപ്പുകളാണുള്ളത്. അവരെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിങ്ങനെ 3 ഐസോട്ടോപ്പുകൾ എന്നറിയപ്പെടും. അതിൽ ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് പ്രോട്ടിയമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളൊരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോട്ടിയം തന്നെയാണ് മനസ്സിൽ വരേണ്ടത്. അപ്പോൾ പ്രോട്ടിയത്തിന്റെ പ്രത്യേകത H11 എന്നാണ് പ്രോട്ടിയത്തിന്റെ പ്രതീകം. അതായത് ഈ ഒരു പ്രോട്ടിയം എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിന് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും 1 ആണ്. അറ്റോമിക് നമ്പർ Z കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ 1 ആണ്. ഇനി മാസ് നമ്പർ A കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, അതും 1 ആണ്. ഓക്കെ, നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ മാസ് നമ്പർ 1 ആണ്. അതായത് മാസ് 1 ആണെങ്കിൽ പ്രോട്ടോണിന്റെ മാസ് 1 അല്ലേ? യെസ്. അപ്പോൾ ന്യൂട്രോണിന്റെ എണ്ണം എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. ശരിയാണല്ലോ. അപ്പോൾ ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രോണുകളുടെ മാസ് 0 ആയിട്ടാണ് എടുക്കുന്നത്. ഇലക്ട്രോണുകളുടെ മാസ് 0 ആയതുകൊണ്ടല്ല, ഇലക്ട്രോണിന് ഒരു മാസ് ഉണ്ട്. ബട്ട് ആസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് പ്രോട്ടോണിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾക്ക് മാസ് ഇല്ല എന്ന് വേണം എടുക്കാൻ. നമുക്ക് ഇപ്പോൾ മാസിന്റെ ടേബിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് 0 ആയും പ്രോട്ടോണിന്റെ മാസ് 1 ആയും ന്യൂട്രോണിന്റെ മാസ് 1 ആയുമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ശരിയാവുന്നത്. പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. കാരണം ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഒരേ ഒരു പ്രോട്ടോണേ ഉള്ളൂ, അതിനകത്ത് ന്യൂട്രോൺ ഇല്ല. ഇലക്ട്രോണുകളുടെ മാസ് 0 ആയിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയും, അതിനെ നിസാരവൽക്കരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ 3ാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി 4ാമത്തെ ഓപ്ഷനിലേക്ക് വരാം. പ്രോട്ടോണിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണ്. അത് ശരിയാണ്. ഇലക്ട്രോണുകൾക്ക് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണുകൾക്ക് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ആറ്റം എന്താണ്? ആറ്റം ആസ് എ ഹോൾ അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിർവീര്യമായിട്ടുള്ള ഒരു കണികയാണ്. അപ്പോഴേ ഈ ആറ്റം നിർവീര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണും ഉണ്ടാവണം.
മാത്രവുമല്ല പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് തുല്യവുമായിരിക്കണം, പക്ഷെ അത് ഓപ്പോസിറ്റ് വിപരീതമായിരിക്കണം. തുല്യവും വിപരീതവുമായിട്ടുള്ള ചാർജുകൾ ക്യാൻസൽ ആക്കപ്പെടും, അവ ഇല്ലാതാക്കപ്പെടും എന്ന് നമുക്ക് അറിയാമല്ലോ. യെസ്, അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 1, 2, 3, 4 ഈ എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. അതുകൊണ്ട് ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 18ാമത്തെ ചോദ്യം, ചുവടെയുള്ള പട്ടികയിൽ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും അവരുടെ സംഭാവനകളും ക്രമരഹിതമായി നൽകിയിരിക്കുന്നു, ശരിയായ രീതിയിൽ ചേർത്തെഴുതുക. മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ജെ ജെ തോംസൺ ഇലക്ട്രോണുകളുടെ കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ 1, 3 ആണ്. ഇനി ജെയിംസ് ചാഡ്വിക് നമ്മൾ പറഞ്ഞു ന്യൂട്രോൺ. ഓക്കെ, പെൻ RTC അതിൽ ചാഡ്വിക് ഫോർ ന്യൂട്രോൺ, അപ്പൊ 2 ആയി. ഇനി അടുത്തത് ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം നമുക്കറിയാം. നെക്സ്റ്റ് ഇനി ഒരെണ്ണമല്ലേ ഉള്ളൂ, റുദർഫോർഡ് ആറ്റം മാതൃക, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക. സൗരയൂഥ മാതൃക എന്ന് പറയുമ്പോൾ ഇതാണ്. എന്താണ് സൗരയൂഥ മാതൃക, എന്താണ് സൗരയൂഥം? സൗരയൂഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്, അല്ലെ? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. അതുപോലെ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. ഇനി ഈ സൗരയൂഥത്തിന് ചുറ്റും, അതായത് ഈ സൂര്യന് ചുറ്റും, അതായത് കേന്ദ്രമാകുന്ന സൂര്യന് ചുറ്റും ഈ പ്ലാനറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിശ്ചിത പാതയിലൂടെ. ആ പാതകളെ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഓർബിറ്റുകൾ ഇലക്ട്രോൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തോട് വളരെ റിസംബ്ലൻസ് ഉള്ള, സാമ്യതകളുള്ള ഒരു ഘടനയാണ് ആറ്റത്തിനുമുള്ളത്. അതുകൊണ്ട് തന്നെ റുദർഫോർഡിന്റെ ഈ ഒരു ആറ്റം മാതൃകയെ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആറ്റം മാതൃക ഏത് എക്സ്പെരിമെന്റ് വഴിയാണ്, ഏത് പരീക്ഷണം വഴിയാണ്? തീർച്ചയായിട്ടും റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴിയാണ് ഈ ഒരു മാതൃക പുറത്തു വന്നിട്ടുള്ളത്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃകയെ പറ്റി പറയാനായിട്ടുള്ളത്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നമുക്ക് ക്രമേണ നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ജെ തോംസൺ വരുന്നത് ഇലക്ട്രോൺ. അപ്പോൾ 1, 3യുമായിട്ട് ബന്ധപ്പെടുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, എ, അല്ലെ? അതുകൊണ്ട് ആ ഓപ്ഷൻ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ വേറെ ഒന്നും അറിഞ്ഞൂടാ, ജെ തോംസന്റെ കാര്യം മാത്രം അറിയാമെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ 1, 3ാമത്തെ ഇലക്ട്രോണുകൾ, അടുത്ത ചാഡ്വിക് ന്യൂട്രോൺസ്, ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം, റുദർഫോർഡ് സൗരയൂഥ മാതൃക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ന്യൂട്രോൺ കണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് 19ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാലോ. ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ ന്യൂട്രൽ ആണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ചാർജ് ഇല്ല. 2, മാസ് തീരെ കുറവ്, നമുക്ക് നോക്കാം. ഓക്കെ. 3, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം. ഓക്കെ. അടുത്ത് 4, ന്യൂക്ലിയസിൽ കാണുന്നു. അപ്പൊ ഏതൊക്കെയാണ് ശരി? ചാർജ് ഇല്ല. അപ്പൊ 1ാമത്തെ ഓപ്ഷൻ വരും, തീർച്ചയായിട്ടും വരും. മാസ് തീരെ കുറവ്, അത് തെറ്റാണ്. കാരണം മാസ് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുന്ന സബറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രോണുകളാണ്. എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ വളരെയധികം മാസുള്ള, കിലോ കണക്കിന് മാസുള്ള ആളാണ് എന്നല്ല. കമ്പയർഡ് ടു അതർ സബറ്റോമിക് പാർട്ടിക്കിൾസ്, മറ്റ് സബറ്റോമിക കണികകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂട്രോണുകൾ മാസ് ഇല്ലാത്തൊരു കണികയല്ല. ന്യൂട്രോണിനും പ്രോട്ടോണിനും ഏകദേശം ഒരേ മാസാണ്. അവരുടെ മാസ് നമ്മൾ ഒന്നായിട്ടാണ് എടുക്കുന്നത്. ഇലക്ട്രോണുകളുടെ മാസ് വളരെ വളരെ കുറവായതുകൊണ്ട് ഏകദേശം 9.011 ഇൻറ്റു 10⁻⁻31 റേഞ്ചിലാണ് ഇലക്ട്രോണിന്റെ ചാർജ് കിടക്കുന്നത്. അപ്പോൾ അത്രയും ചെറുതായതുകൊണ്ട് ഇലക്ട്രോണുകളുടെ മാസ് 0 നമ്മൾ സാധാരണ എടുക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ മാസ് തീരെ കുറവ് എന്നുള്ളത് തെറ്റല്ല, ശരിയല്ല. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ വരത്തില്ല. ഇനി 3ാമത്തെ ഓപ്ഷൻ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന് നമ്മൾ നേരത്തെ എന്താ ക്വസ്റ്റ്യനിൽ കണ്ടത്? ഒരു പ്രോട്ടോണിന്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. ഇനി അതേ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ പറഞ്ഞത് പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും 1 എന്ന് തന്നെയാണ് എടുക്കുന്നത്. അതായത് ഒരു യു എന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് എന്താണ്? തുല്യമാണ് എന്ന് തന്നെയാണ്. കറക്റ്റ് തുല്യമല്ല, എക്സാക്ട്ലി ഈക്വൽ ഒന്നുമല്ല, എന്നാലും ഏകദേശം ഈക്വൽ ആണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ മാസിന് തുല്യം, പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ മാസിന് തുല്യം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യം. അപ്പോൾ 3ാമത്തെ ഓപ്ഷനും അതിൽ തീർച്ചയായിട്ടും വരും. ഇനി അടുത്ത ന്യൂട്രോൺ ന്യൂക്ലിയസിൽ കാണുന്നു, അത് ശരിയാണ്. കാരണം ന്യൂക്ലിയസിനകത്തുള്ളത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ആണ്. ചുറ്റും ഉള്ള ഓർബിറ്റുകളിൽ കടന്ന് കറങ്ങുന്ന ഇലക്ട്രോണാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷനും വരും. ഇവിടുത്തെ ഓപ്ഷൻ ഏതൊക്കെ വരും? ഓപ്ഷൻ 1, 2,
1, 3 ആൻഡ് 4. 1, 3 ആൻഡ് 4 വരുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1, 3 ആൻഡ് 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം. ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നത് പോലെ ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്ന മാതൃക ഇവയിൽ ഏതാണ്? അതിന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. എന്താണ്? സൗരയൂഥ മാതൃക. സൗരയൂഥ മാതൃകയാണ്. അപ്പോൾ സൗരയൂഥ മാതൃക റുദർഫോർഡ് ആണ് ഈ ഒരു പ്ലാനറ്ററി മോഡൽ അഥവാ സൗരയൂഥ മാതൃക പ്രപ്പോസ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങൾ വഴി. പ്ലം പുഡിംഗ് മാതൃക അതിലുണ്ട്. പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്നത് ആരാണ്? പ്ലം പുഡിംഗ് മാതൃക നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, അത് തോംസൺ ആണ് കൊണ്ടുവന്നത്. ഓക്കെ, തോംസൺ. അടുത്തത് ബോർ ആറ്റം മാതൃക, പേരിൽ തന്നെയുണ്ട്. അത് നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ബോർ ആറ്റം മാതൃക കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡലാണ് പ്ലം പുഡിംഗ്. അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്താണ്, ഈ പ്ലം പുഡിംഗ് മോഡലിനെ ഒന്ന് ഡെവലപ്പ് ചെയ്താണ് സൗരയൂഥ മാതൃക കൊണ്ടുവന്നത്. സൗരയൂഥ മാതൃകയിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് കഴിഞ്ഞ ശേഷം വന്ന പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാതൃകയാണ് ബോർ ആറ്റം മാതൃക. എന്നാൽ ഈ ആറ്റം മാതൃകകളെല്ലാം ചില വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആറ്റം മാതൃക എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിലുള്ളത്. അപ്പോൾ ഈ 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി, സൗരയൂഥ മാതൃക. ഓക്കെ.